നമസ്കാരം. ഈ റിപ്പബ്ലിക് ഡേക്ക് നമുക്ക് നല്ലൊരു കാര്യം ചെയ്യാം. എന്റെ നമ്പർ 9567212345. കേരളത്തിലെ 140 MLA-മാരുടെയും മൊബൈൽ നമ്പർ ഞാൻ താഴെ കൊടുക്കുക. ഈ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കരുത്, പകരം നിങ്ങൾ അവർക്ക് മെസ്സേജുകൾ അയക്കണം. അവരുടെ എല്ലാ മൊബൈൽ നമ്പറും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയ നമ്മുടെ ജനസേവകരായതുകൊണ്ട് ഉള്ള മൊബൈൽ നമ്പറാണ്. അവരെ വിളിക്കാനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ അവരൊക്കെ തിരക്കിൽ ആൾക്കാരാണ്, പ്രത്യേകിച്ച് റിപ്പബ്ലിക് ഡേ ഒക്കെയാണ്. അതുകൊണ്ട് ഒരുപാട് തിരക്കുള്ളവരായിരിക്കും. അതുകൊണ്ട് അവരെ അടക്കം നമ്മൾ മെസ്സേജ് അയക്കുക. ആ മെസ്സേജ് എനിക്ക് നിങ്ങളുടെ വാട്സപ്പിലേക്ക്, എന്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ വാട്സപ്പ് നമ്പർ അയച്ചാൽ ഞാൻ ഇതിന്റെ ഡ്രാഫ്റ്റ് കോപ്പി നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഇട്ട് തരുക. അങ്ങനെ 140 MLA-മാർക്കും നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മൾ അവരുടെ വാട്സപ്പിലേക്ക് ഈ മെസ്സേജ് അയക്കുകയും ആ വാട്സപ്പിൽ അവരെ കണക്ട് ചെയ്യുകയും ഒരു പുരുഷ കമ്മീഷൻ വേണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഞാനടക്കം കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരുപാട് ആൾക്കാർ, നൂറുകണക്കിന് ആൾക്കാർ, പുരുഷന്മാർ വിളിച്ച് അവരുടെ വേദനയും വിഷമവും ഒക്കെ പറയുന്നു. ഞാനപ്പോൾ അവരിൽ പലരോടും പറയുന്നുണ്ട്, നമുക്കത് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാര്യം ഞങ്ങൾക്ക് നിങ്ങളുടെ വിഷമം കേൾക്കാനേ കഴിയൂ. ഇത് പരിഹരിക്കണമെങ്കിൽ പുരുഷ കമ്മീഷൻ പോലെ ഒരു സംവിധാനം വേണം. ദുബായിൽ നിന്ന്, ഫിൻലാൻഡിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന്, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മുടെ നാട്ടിലെ ആൾക്കാരെ വിളിച്ച് പിന്തുണ അറിയിക്കുന്നുണ്ട്, സ്ത്രീകളുടെ പിന്തുണ അറിയിക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ 140 MLA-മാരെ, നമ്മൾ MPമാരെ അടുത്ത ഘട്ടത്തിൽ കോൺടാക്ട് ചെയ്യും. ഈ 140 MLA-മാരെയും നമ്മൾ അവരുടെ വാട്സപ്പിൽ കണക്ട് ചെയ്യുകയും ഈ മെൻസ് കമ്മീഷൻ, ആ ബില്ലിന്റെ ഒരു കരട് ശ്രീ എൽദോസ് MLA പ്രഗത്ഭമായി തന്നെ, ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ശ്രീ എൽദോസ് MLA അത് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം സ്പീക്കറിന് കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ബില്ല് ഇപ്പോൾ ശ്രീ എൽദോസ് MLA-ക്കോ പറ്റും പുറത്തുവിടാൻ കഴിയില്ല, കാര്യം ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ അതിന്റെ ഒരു കരട് രൂപം, ഒരു ചെറിയ രൂപം ഞാനും തയ്യാറാക്കിയിട്ടുണ്ട്. ശ്രീ എൽദോസ് MLA-യുടെ അടക്കം നിർദ്ദേശങ്ങൾ സ്വീകരിച്ച്, ഒരുപാട് പുരുഷ സംഘടനകളുടെ നിർദ്ദേശം സ്വീകരിച്ചാണ് ഇത് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ മകന്, നമ്മുടെ അച്ഛന്, നമ്മുടെ സഹോദരന്, നമ്മുടെ സുഹൃത്തിന് വേണ്ടിയാണ് ഈ ബിൽ. നമ്മുടെ മക്കളെ, നമ്മുടെ മകനെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെയോ അച്ഛനെയോ ഒന്നും നാളെ ആരും വ്യാജ കേസിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ MLA, ഞാൻ കൃത്യമായിട്ട് ആൽഫബറ്റിക് ഓർഡറിൽ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയുടെയും പേര് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ MLA ആരെന്ന് കണ്ടെത്തുക, ആ MLA-യുടെ നമ്പർ എടുക്കുക. അവർക്ക് നിങ്ങൾ ഈ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു മെസ്സേജോ പുരുഷ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യണം, പുരുഷ കമ്മീഷൻ ബില്ലിനെ സപ്പോർട്ട് ചെയ്യണം എന്ന റിക്വസ്റ്റ് റൈസ് ചെയ്യുക. ഒരു മൊമെന്റം സൃഷ്ടിക്കാൻ നമുക്കായിട്ടുണ്ട്. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലെയും മുഖ്യധാരാ മാധ്യമങ്ങളിലെ ഇടപെടലിലൂടെ ഇന്നലെ ഞാൻ ദുബായിലെ ഒരു പരിപാടിക്കടക്കം പുരുഷ കമ്മീഷൻ വേണമെന്ന രീതിയിൽ ചർച്ച ചെയ്തു. 1-2 ദേശീയ മാധ്യമങ്ങൾ പുരുഷ കമ്മീഷനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ആ രീതിയിൽ മികച്ചൊരു മൊമെന്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ മൊമെന്റത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. MLA എൽദോസ് കുന്നിപ്പള്ളിയും അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനും ഇത് കണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത നേതാക്കളെ കാണുന്നുണ്ട്. ഈ റിപ്പബ്ലിക് ഡേയിൽ നമ്മുടെ പുരുഷന്മാർക്ക് വേണ്ടി നമുക്ക് പോരാടാം. ജനുവരി 30-ന് ഇതൊരു ഒഫീഷ്യൽ ക്യാമ്പയിൻ ആയിട്ട് തന്നെ നമുക്ക് ലോഞ്ച് ചെയ്യുകയും ചെയ്യാം. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഓർക്കുക, നമ്മുടെ രാഷ്ട്രപിതാവും ഒരു പുരുഷനായിരുന്നു. നമ്മളെ എല്ലാം ഏതോ ഒരു അച്ഛൻ സ്നേഹത്തോടെ വളർത്തിയതാണ്, ഏതോ ഒരു സഹോദരൻ സ്നേഹത്തോടെ പരിലാളിച്ചതാണ്, ഏതോ ഒരു സുഹൃത്ത് ഒരുപാട് സഹായിച്ചതാണ്. നമ്മുടെ മകനെ നമുക്ക് അത്ര ജീവനാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി, വരും തലമുറകൾക്ക് വേണ്ടി ഈ പുരുഷ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ MLA-മാരെ വിളിച്ച് പറയാം. ഒന്നുകൂടെ പറയട്ടെ, അവരെ ഫോൺ വിളിക്കുകയല്ല, അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ആ കോൺടാക്ട് ചെയ്യുന്നത് വാട്സപ്പിൽ ഈ ബിൽ അയക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങളുടേതായ അഭിപ്രായം അയക്കുകയോ ചെറുതാക്കണം. ഒരുപാട് ലെങ്തി ആയിട്ടൊന്നും വായിക്കരുത്, കാര്യം അവർക്ക് വായിക്കാനുള്ള സമയം കാണില്ല. പുരുഷ കമ്മീഷൻ വേണം എന്ന ആവശ്യം നമ്മുടെ MLA-യെ കോൺടാക്ട് ചെയ്ത് അദ്ദേഹത്തിന് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് പറയാം. ആ രീതിയിൽ ഇതൊരു വലിയ മൊമെന്റം ആകട്ടെ. ഈ റിപ്പബ്ലിക് ഡേ 26-ാം തീയതി മുതൽ 26, 27, 28, 29, 30 5 ദിവസമുണ്ട് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ. അതുവരെ അത് വലിയൊരു ക്യാമ്പയിനായി, ജനമനസ്സിനെ ഉണർത്താനുള്ള ക്യാമ്പയിനായി നമുക്ക് തുടരാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിന് അവസാനം മഹാത്മാഗാന്ധിയാണ് ഞങ്ങൾ കോട്ട് ചെയ്തിരിക്കുന്നു. അതിൽ മഹാത്മാഗാന്ധി പറയുന്നത്, ആദ്യം അവർ നമ്മളെ അവഗണിക്കും, പിന്നീട് അവർ നമ്മളെ പരിഹസിക്കും, ശേഷം അവർ നമ്മളോട് യുദ്ധം ചെയ്യും, ആ യുദ്ധത്തിൽ നമ്മൾ ജയിക്കും എന്നാണ്. അങ്ങനെ പലരും അവഗണിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യും. അത് നമ്മൾ, അതായത് MLA-മാരല്ല, ഈ സോക്കോൾഡ് ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ തീവ്ര ഫെമിനിസ്റ്റുകളും മുഖ്യധാരാ മാധ്യമങ്ങളും അവരുടെ അവഗണനയും പരിഹാസവും നമ്മളോട് യുദ്ധം ചെയ്യലും ഒക്കെ ഉണ്ടാകും. അവസാനം നമ്മൾ ജയിക്കും. ഇന്ത്യക്ക് മാതൃകയാകുന്ന രീതിയിൽ ഒരു പുരുഷ കമ്മീഷൻ ബിൽ നമുക്ക് കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയട്ടെ. അതിന് ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഒരുമിക്കാനും കഴിയട്ടെ. ജയ് ഹിന്ദ്. ഫുഡ് കൊടുക്കാം, ഞാനൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇത്തിരി ഫുഡ് കൊണ്ടു കൊടുക്കാൻ നേരത്തെ ഫുഡ് കൊടുക്കാൻ ഒക്കൂടെന്ന് പറഞ്ഞു. അപ്പം ഒരു മനുഷ്യന്റെ അവസ്ഥ വായിൽ വെച്ചു കൊടുത്തത് തട്ടിക്കളയും. വീഡിയോ ഉൾപ്പെടെ ഉണ്ട്. വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ ഞാനും എന്റെ വൈഫും കൂടെ വന്നത്. വീഡിയോ എടുത്തില്ലെങ്കിൽ അവസാനം പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് അടിയുണ്ടാക്കിയിട്ട് പോയെന്ന് പറഞ്ഞു. ചാച്ചിയെ കാണിച്ച്, ചാച്ചിയെ കൂടെ വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ചാച്ചിയെ കാണിച്ച്, ചാച്ചി അറിയണം ഇതാണ് അവസ്ഥ എന്നുള്ളത്. അതല്ല, ഈ അവസ്ഥയിൽ ചേച്ചി വെളിയിൽ പോകാക്കൂല, അങ്ങനൊക്കെ അറിയാല്ല. വെളിയിൽ പോകാക്കാത്ത ഒരു മനുഷ്യന് ഇത്തിരി ഫുഡ് കൊണ്ട് കൊടുത്തവൻ പറഞ്ഞാണ് ഫുഡ് ഇവിടെ കൊടുക്കാൻ ഒക്കൂല. അതാണ്ട് ഈ ഇവരെ ഇവിടെ വന്നാണ് ഞാൻ കൈ വരെ കഴിയോ ചോദിച്ചു നോക്കിയാൽ മതി. ഇത്തിരി കൈ കഴുകാൻ വെള്ളം ചോദിച്ചാൽ പറയാം ഇവിടെ വെള്ളം. വളരെ വൈകിയാണെങ്കിലും ഇങ്ങനെയൊരു അഭിപ്രായം രൂപപ്പെട്ടതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് വേണ്ട ഒരു, നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ്. വ്യാജ ആരോപണം കാരണം അവരുടെ അഭിമാനം നഷ്ടപ്പെട്ട് സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ ഒരുപാട് നമ്മുടെ ചുറ്റിലുമുണ്ട്. ശരിക്കും ഞാനും ഒരു സ്ത്രീയാണ്, എന്നിട്ടും ഞാൻ ഈ ഒരു പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ഒരു തീരുമാനത്തിൽ, ഈ ഒരു രാഹുൽ ഈശ്വർ നടത്തിയ ഈ ഒരു തീരുമാനം
അത്യധികം സന്തോഷപൂർവ്വം തന്നെയാണ് സ്വീകരിക്കുന്നത്. കാരണം പുരുഷ കമ്മീഷൻ വേണം, വനിതാ കമ്മീഷൻ ഉള്ളതുപോലെ തന്നെ ഒരു പുരുഷ കമ്മീഷനും വേണം. സ്ത്രീയായാലും പുരുഷനായാലും ഇരുവർക്കും സംരക്ഷണം ഒരുപോലെ തന്നെ ആയിക്കൊള്ളട്ടെ. ഈ ഒരു ബോച്ചെ ഹണിറോസ് വിഷയം ഉടലെടുത്തപ്പോഴാണ് ശരിക്കും രാഹുൽ ഈശ്വർ എന്ന ഒരു വ്യക്തി ഈ ഒരു പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. കാരണം അദ്ദേഹത്തിന് ആ ഒരു പുരുഷ കമ്മീഷൻ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ഈ ഒരു രാഹുൽ ഈശ്വർ അഫക്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ. രാഹുൽ ഈശ്വറിന് ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കാൻ ഒരു പുരുഷ കമ്മീഷൻ ഇല്ല. ഇപ്പൊ സ്ത്രീകൾക്ക് വനിതാ കമ്മീഷൻ ഉള്ളതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ വനിതാ കമ്മീഷൻ ഉണ്ട്. എന്നാൽ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഒരു അവരുടേതായ പ്രശ്നങ്ങൾ സംസാരിക്കാനുള്ള ഒരു സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് ഇവിടെ ഇല്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പുരുഷനെ വ്യാജ ആരോപണം വെച്ച് ഒരു സ്ത്രീ ഒരു വ്യാജ ആരോപണം ഉന്നയിക്കണമെങ്കിൽ ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഉടനടി ആക്ഷൻ എടുക്കുന്ന ഒരു സമൂഹമാണ്. കാരണം സ്ത്രീ സംരക്ഷണമാണ് അവിടെ മുൻതൂക്കം കൊടുക്കുന്നത് തന്നെ. പിന്നീട് ഇത് വ്യാജ ആരോപണം എന്ന് തെളിയുന്ന ആ ഒരു ഘട്ടം എത്തുമ്പോഴേക്കും ശരിക്കും സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈ പുരുഷനുണ്ടാകുന്നത്. അവിടെ ആ ഒരു ഫാമിലിയും ഇതോടൊപ്പം തന്നെ അപമാനിക്കപ്പെടുകയാണ് അല്ലെ. എല്ലാ ആരോപണങ്ങളും ഇതുപോലെ തന്നെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അവഗണനയും എല്ലാം സഹിച്ചതിന് ശേഷം പിന്നീട് ഒരു ദിവസം അവനൊരു തെറ്റുകാരനല്ല, ആ സ്ത്രീ കൊടുത്തത് വ്യാജ പരാതിയാണ് എന്നറിയുമ്പോഴുണ്ടാകുന്നത് ഈ നഷ്ടപ്പെട്ട മാനഹാനി ആ ഒരു പുരുഷനും അതോടൊപ്പം തന്നെ ആ ഫാമിലിയിലുള്ള എല്ലാവർക്കും നഷ്ടമാവുകയാണ്. അതിനുള്ള ഉദാഹരണം തന്നെയാണ് നമ്മുടെ നിവിൻ പോളിയുടെ കേസ് എടുത്താൽ തന്നെ. നിവിൻ പോളി 101% ഒരു എന്താ പറയുക ഒരു തെറ്റുകാരനും അല്ലായിരുന്നിട്ട് പോലും അദ്ദേഹത്തെ ആ ഒരു മുൾമുനയിൽ നിർത്തിയതും ഒരു സ്ത്രീ തന്നെയാണ് അല്ലെ. കള്ളപ്പരാതിയുടെ ബേസിൽ തന്നെയാണ് അദ്ദേഹം ഇതൊക്കെ സഹിച്ചത്. എന്നിട്ട് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അങ്ങനെ നിവിൻ പോളി രംഗത്ത് വന്നതും അതിനെതിരെ ഫൈറ്റ് ചെയ്തതും അല്ലെ. ഇപ്പോഴും ആ ഒരു കള്ളപ്പരാതി കൊടുത്ത ആ ഒരു സ്ത്രീക്കെതിരെ ഇപ്പോഴും FIR കേസ് ചെയ്തിട്ടില്ല. അതാണ് മറ്റൊരു വാസ്തവം എന്ന് പറയുന്നത്. അതായത് സ്ത്രീ സംരക്ഷണം തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. പുരുഷന്മാർക്കും ഇതുപോലെ ഒരു സംരക്ഷണത്തിന്, കാരണം നമ്മുടെ സമൂഹത്തിൽ സമത്വമാണല്ലോ എല്ലാം. സ്ത്രീയും പുരുഷനും ഒരുപോലെ തന്നെ തുല്യത അർഹിക്കുന്നവർ തന്നെയാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വനിതാ കമ്മീഷനും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബാലാവകാശ കമ്മീഷൻ ഒക്കെ ഉണ്ട്. അതുപോലെ പുരുഷന്മാർക്ക് ഒരു കമ്മീഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. അപ്പം ഇവിടെ രാഹുൽ ഈശ്വർ ആ ഒരു പ്രവർത്തനം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രവർത്തനം തന്നെയാണ്. ഈ ഒരു അഭിപ്രായത്തോട് എതിർക്കുന്നവരും വിയോജിപ്പുള്ളവരും ഉണ്ടാകും അല്ലെ. ഇവിടെ പുരുഷന്മാരൊന്നും പീഡിപ്പിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഒട്ടും ശരിയില്ല. അവരും ഗാർഹിക പീഡനം അനുഭവിക്കുന്നവരുണ്ട്. അതിനുള്ള ഉത്തമ ഉദാഹരണം ഞാനൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. അതിലെ ഒരു പ്രവാസിയായിട്ടുള്ള മലയാളി, അയാളുടെ സ്വന്തം ഭാര്യയെ ആണ് ഇവർ പീഡിപ്പിക്കുന്നത്. അതായത് അനിയന്റെ ഭാര്യ വന്ന് അദ്ദേഹത്തിന് ഈ ഒരു ഫുഡ് കൊടുക്കുന്നുണ്ട്. ഈ സ്വന്തം ഭാര്യ ഫുഡ് പോലും കൊടുക്കുന്നില്ല. പ്രവാസിയായ അയാൾ കഷ്ടപ്പെട്ട് ഗൾഫിലുണ്ടാകുന്ന സമയത്ത് അന്ന് കഷ്ടപ്പെട്ട പൈസയല്ല ഇയാള് സ്വന്തമായിട്ട് ഒന്നും സ്വരൂപിക്കാതെ എല്ലാം ഭാര്യയ്ക്ക് മക്കൾക്ക് വേണ്ടിയൊക്കെ അയച്ചു കൊടുത്തു. പക്ഷെ ഇന്ന് അങ്ങേര് അത് നന്നായിട്ട് തന്നെ അനുഭവിക്കുന്നുണ്ട്. സ്വത്തുക്കളെല്ലാം ഭാര്യയുടെ പേരിലാണ്. അതുപോലെ തന്നെ ഫുഡൊന്നും കൊടുക്കാതെയാണ് ഇവർ നടക്കുന്നത്. അപ്പൊ സ്വന്തം അനിയന്റെ ഭാര്യ എങ്ങാണ്ട് ഇവർക്ക് ദോശ കഴിക്കാൻ എന്തോ കഴിക്കാൻ കൊണ്ടുകൊടുത്തത് അതിനെ വരെ തട്ടിത്തെറിപ്പിച്ച ഒരു സംഭവമാണ് ഇതുണ്ടായത്. എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അദ്ദേഹത്തെ വിളിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ടാണ് ഈ വാർത്ത ചെയ്യുന്നത്. അദ്ദേഹത്തിന് മതിയായ സംരക്ഷണം മക്കളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് പരാതി. ഇത് കാലങ്ങളാ പൊള്ളിയത്. വെള്ളം വേണത് ആരുമില്ലായിരുന്ന സമയത്ത് ചൂട് വെള്ളം ഉണ്ടാക്കി അതിങ്ങനെ കൈ തട്ടി മൂട്ടി വീണു. ചികിത്സിക്കാനൊന്നും പോയില്ലേ? ചികിത്സിക്കാൻ പോയി. വലിയൊന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. 5 ദിവസം കൊണ്ട് കാണിക്കുന്നു. എനിക്ക് ശ്വാസം മുട്ടുണ്ട്, കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിൻ്റെ ഇതുണ്ട്, ഈ സ്തംഭിതം പോലെ ഉണ്ട്. മക്കളെ നോക്കുന്നില്ലേ? ഒറ്റ മണിക്കൂർ നോക്കല്ല. ഞാനുള്ള കാലത്ത് എല്ലാം ഉണ്ടാക്കി ഗൾഫിൽ പോയി ഉണ്ടാക്കി. ഇപ്പോഴത്തെ മക്കൾക്ക് കളയിൽ പോയി. ഇന്നും അതുപോലെ അപ്പുറം ഉള്ളവരൊക്കെയാണ് ഇവരൊക്കെ. ഇവർ പോലും തിരിഞ്ഞു നോക്കാൻ വയ്യ. മൂന്നാമത്തൊരു അനിയനുണ്ടായിരുന്നു. കഴിഞ്ഞ മെനിയാന്ന് വന്നിട്ട് 2 ദോശ ഉണ്ടെന്ന് അത് പിടിച്ചു വെച്ച് ദൂരെ എറിഞ്ഞ്. ഒരു ഗതിയില്ല. ഭക്ഷണം കൊണ്ട് തരാൻ സമ്മതിക്കുന്നില്ല. ഒരു ഭക്ഷണം കൊണ്ട് കൊടുക്കാനും സമ്മതിക്കില്ല. അന്ന് വലിച്ച് വെള്ളി ഇറങ്ങിയിട്ട് സ്ത്രീയൊക്കെ വിളിച്ചു. അങ്ങനെ പുള്ളി ഇറങ്ങിപ്പോയി. ഇത് പുള്ളി സ്വന്തമായിട്ട് വെള്ളം തിളപ്പിച്ചുകൊണ്ടല്ല, അവർ ഈ പുള്ളി കിടന്നുറങ്ങിയപ്പം തിളപ്പിച്ചുകൊണ്ട് ഒഴിച്ചു കൊടുത്താ എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ ഉറക്കത്തിലായിരുന്നു. പുറകെ കിടന്നപ്പോൾ ഒഴിച്ചു കൊടുത്താണ് വെള്ളം. സൗദിയിലൊക്കെ കിടന്ന് ഒരുപാട് വർഷങ്ങൾ ഇവിടെ ആ വസ്തു ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള വസ്തു ഉണ്ടായിരുന്നു.
ഞാൻ അതെല്ലാം എഴുതി ഇവർക്ക് വേണ്ടി തന്നെ കൊടുത്തു. മൂത്ത മോൻ MBA കാരനാണ്, മോൾ MSc കാരൻ. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒക്കെ ആയി. ഒടുവിൽ അവരെല്ലാം നല്ല ലെവലിലായി, എന്നെ അങ്ങ് വിട്ടേക്കും പോയി. ഇതാണ് ഇതിലുള്ള സ്റ്റേജ്. ഇങ്ങനെയാണെങ്കിൽ ഈ നാട്ടുകാർ ഭക്ഷണം പോലും കൊണ്ടുതരാൻ സമയം, നാട്ടുകാർ പോലും ഭക്ഷണം കൊണ്ടുവരാൻ സ്റ്റൈലിലിരിക്കുകയാണ്. വെള്ളം തിളച്ച വെള്ളം വീണെന്ന് പറയുന്നു, ബാക്കിയുള്ളവർ പറയുന്നു കുറേ കിടന്നപ്പോൾ തിളച്ച വെള്ളം കൊണ്ട് കാലത്ത് ഒഴിച്ചെന്ന് പറയുന്നു. എനിക്ക് ഓർമ്മയില്ല ആരാണ് ഒഴിച്ചതെന്ന് പുള്ളി കണ്ടു. ഇതുകളെല്ലാം കൂടെ എഴുതി കൊടുത്ത് പിന്നെ എന്നാണ് പറയണത്. അതുകൊണ്ട് അവരാരും വരില്ലെന്നാണ് പറയുന്നത്. എഴുതിയവർക്ക് കൊടുത്തെന്നാണ് പറയണത്. ആരെഴുതി കൊടുത്തത്? മോക്കും മോനും പെണ്ണും പെമ്പർമാരും എന്നൊക്കെ എഴുതി വെച്ചിരിക്കുകയില്ല. ബാക്കിയുള്ളവരെ ഇവിടെ വന്നപ്പോൾ ചോദിച്ചു രാവിലെ വൈകിട്ടല്ലേ? രാവിലെ എൻ്റെ അവിടെ വന്നത്, എൻ്റെ വീട്ടിൽ വന്നത് വൈകിട്ട് വന്നു പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോഴേ ഇല്ല, ഇന്നലെയും കഴിച്ചില്ല. അങ്ങനെ അവനങ്ങ് സങ്കടം വന്ന് അവൻ്റെ വേറൊരു ചേട്ടൻ്റെ വീട് കുറച്ച് നെല്ലിവളമുക്കലുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് അവരോട് പറഞ്ഞു, ചേട്ടനല്ലേ, ചേട്ടൻ്റെ ഭാര്യ മക്കളുമൊക്കെ അവിടെ ഉണ്ട്, ഇങ്ങനെ ആഹാരം കഴിച്ചില്ല എന്ന് വെച്ചാൽ അവൾ ദോശ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ദോശയും കൊണ്ട് ഇവിടെ വന്ന് കൊടുത്തപ്പോൾ അവൾ ഇവിടെ വെച്ച് കൊടുക്കാനില്ല. അത് ഞാൻ മൊബൈലിൽ ടാഗറിൻ്റെ ഭാര്യ മൊബൈലിൽ എടുത്തത് എന്നെ കാണിച്ചതാണ്. കാണിച്ചപ്പോൾ അവ ഒന്നും പറഞ്ഞതല്ല, പിന്നെ അതെന്നെ കാണിച്ചത്, അത് കണ്ടതാണ്. 1/2 മണിക്കൂർ അത് കണ്ടു. 1/2 മണിക്കൂർ കാണാൻ ഉണ്ടായിരുന്നത്. അവൻ ഇങ്ങനെ വായിൽ വെച്ചു കൊടുക്കും. അവള് സാറിൻ്റെ ഭാര്യ കൈ കൊണ്ട് ഇങ്ങനെ അടിക്കും, തെറ്റ് മാറ്റും. അങ്ങനെ അടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരുന്നു. ഇവിടെ വെച്ച് കൊടുക്കാനില്ല. എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങണം, എൻ്റെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ അവനെ ഒരു പരിഹാരം എന്താണ്? ഈ ഒരു അനുഭവമാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത്. സ്വത്തുക്കളെല്ലാം ഭാര്യയുടെ പേരിൽ എഴുതി വെച്ചിട്ട് ഒരു നേരം ആഹാരം പോലും കഴിക്കാനാകാതെ എന്തൊക്കെ ദുരിതങ്ങളാണ് ഇദ്ദേഹം അനുഭവിക്കുന്നത്. ഇവിടെ ഒരു സ്ത്രീയാണ് ഇതുപോലെ അനുഭവിച്ചിരുന്നെങ്കിൽ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ വനിതാ കമ്മീഷനും അല്ലെങ്കിൽ ഗാർഹിക പീഡനത്തിന്റെ അനുഭവത്തിൽ ആ ഒരു വീട്ടുകാരെ തന്നെ ഒരു ചോദ്യം ചെയ്യലുണ്ടാകുമെന്ന്. പക്ഷെ ഇവിടെ ഒരു പുരുഷനാണ് ഗാർഹിക പീഡനം അനുഭവിക്കുന്നത്. എന്നിട്ട് പോലും ഇവിടെ ആ ഒരു പുരുഷന് വേണ്ടി സംസാരിക്കാൻ ഇപ്പൊ ഈ ഒരു പുറം ലോകം അറിഞ്ഞപ്പോഴാണ് അത് പ്രതികരിച്ചത്. അല്ലാതെ വേറെ ആക്ഷൻ ഒന്നും ഇവിടെ നടന്നിട്ടില്ല. ഇതൊരു വിസ്മയ ചാനൽ എന്ന് പറഞ്ഞ ആ ചാനലിൽ വന്ന ഒരു വാർത്തയായിരുന്നു കേട്ടോ ഇത്. ഇവിടെ വനിതാ കമ്മീഷന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സ്വമേധയും വനിതാ കമ്മീഷൻ കേസ് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും പരാതി കൊടുത്താലും അതിനെതിരെ കേസ് എടുക്കാറുണ്ട്. ഇവിടെ ഹണിറോസിന്റെ കേസിൽ തന്നെ ഹണിറോസ് രാഹുൽ ഈശ്വറിനെതിരെ കേസ് കൊടുത്തപ്പം പോലീസുകാർ പറഞ്ഞത് രാഹുൽ ഈശ്വറിനെതിരെ കേസ് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം നിയമമില്ല എന്ന് പറയും. എന്നാൽ വനിതാ കമ്മീഷൻ പറഞ്ഞതോ രാഹുൽ ഈശ്വറിനായാലും ആർക്കെതിരെയായാലും കേസ് കൊടുക്കാൻ പറ്റും, നിങ്ങളൊരു പരാതി കൊടുത്താൽ മതി. അതായത് ഹണിറോസ് തന്നെ പരാതി കൊടുക്കാമെന്നല്ല, ഏതെങ്കിലും സ്ത്രീ പരാതി കൊടുത്താൽ മതി, രാഹുൽ ഈശ്വറിനെതിരെ കേസ് എടുക്കാനുള്ള വകുപ്പുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു രാഹുൽ ഈശ്വർ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വറിന് വേണ്ടിയിട്ട് രംഗത്ത് വന്നത്. ഒരുപാട് പേര് പുരുഷ കമ്മീഷൻ വേണം എന്നുള്ള ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഹണിറോസ് വിഷയത്തിൽ രാഹുൽ ശരിക്കും ജനഹൃദയങ്ങളിൽ മുന്നേറ്റം നടത്തിയെങ്കിൽ ഗോപൻ സ്വാമി വിഷയത്തിൽ കുറെ പുറകോട്ട് പോയിരുന്നു. ഹണിറോസിന്റെ വിഷയത്തിൽ രാഹുൽ ഈശ്വർ ഒരുപാട് നല്ല കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ ഗോപൻ സ്വാമിയുടെ കേസിൽ പറഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒട്ടുമിക്ക ആളുകൾ പുറകോട്ട് വരികയാണ് ചെയ്തത്. അതാണ് ഈ ഒരു കമന്റിൽ പറയുന്നത്. പുരുഷന്മാർ ശരിക്കും പീഡനം അനുഭവിക്കുന്നുണ്ട്. നല്ല രീതിയിൽ കുടുംബത്തെ നോക്കിയിട്ടും മക്കളുമായി ചേർന്ന ഭാര്യ ഭർത്താവിന് ആഹാരം കൊടുക്കാത്ത ഭാര്യമാരുണ്ട്. അഭിമാനമോർത്ത് ആരോടും പുരുഷന്മാർ പറയില്ല. അത് നമ്മൾ തൊട്ടുമുന്നേ കണ്ട ആ ഒരു കേസ് ഇതിന് ഒറ്റ ഉദാഹരണമാണല്ലേ. നിർബന്ധമായും പുരുഷ കമ്മീഷൻ വേണം, എന്നാൽ നമ്മുടെ രാജ്യത്ത് സ്ത്രീകളും പുരുഷന്മാരും തുല്യമായി രക്ഷപ്പെടും. കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ ആത്മഹത്യ, കൊലപാതകമോ ഒക്കെ ഇനിയും ഒരുപാട് വർദ്ധിക്കും. ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അച്ഛനും അമ്മയും ഉണ്ടാകും. രണ്ടുപേരുടെ കൂടെയും സന്തോഷത്തിൽ ജീവിക്കാം. തീർച്ചയായും പുരുഷ കമ്മീഷൻ വേണം. വളരെ നന്നായി. ഇത് പുരുഷന്റെ കഷ്ടപ്പാട് ആരും കാണുന്നില്ല. കുറെ സപ്പോർട്ടുണ്ട്. നിരപരാധിയാണെങ്കിൽ എല്ലാവർക്കും നീതി ലഭിക്കണം. അത് സ്ത്രീ ആയാലും പുരുഷനായാലും കിട്ടണം എന്നാണ് പറയുന്നത്.
തീർച്ചയായും പുരുഷ കമ്മീഷൻ വേണം. പലരും വനിതകൾക്കുള്ള നിയമം ദുരുപയോഗം ചെയ്യുന്നു. അത് നമ്മൾ കണ്ടതാണല്ലോ. മറ്റേ നിവിൻ പോളിയുടെ കേസ് എടുത്താൽ മതി, അതൊരു ഉദാഹരണമാണ്. ഇതുപോലെ ഒരുപാടെണ്ണം ഉണ്ട്. വനിതകൾക്കുള്ള ഈ ഒരു നിയമം വെച്ച് തന്നെ പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ശരിയാണോ എന്ന് പോലും അന്വേഷിക്കാനുള്ള ഒരു ക്ഷമ പോലും കാണിക്കുന്നില്ല. രണ്ടു ഭാഗം ജനങ്ങളിലെയും പാവങ്ങളും തെറ്റ് ചെയ്യുന്നവരുമുണ്ട്. എല്ലാത്തിനും ഒരു അറുതി വേണം. ഈയിടെയായി നടന്ന സ്ത്രീ പീഡനത്തിൽ നിരവധി സ്ത്രീകൾ ഗർഭിണിയായി ഒട്ടേറെ പുരുഷന്മാർ അറസ്റ്റിലായത് കണ്ടു. സ്ത്രീയും പുരുഷനും പരസ്പര ധാരണയിൽ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ട് സ്ത്രീ ഗർഭം ധരിച്ച് പുറത്തിറങ്ങിയപ്പോൾ പുരുഷനെ മാത്രം എങ്ങനെ കുറ്റക്കാരനാക്കാൻ കഴിയും? അതൊരു ചോദ്യമാണ്. സ്ത്രീയും പുരുഷനും സ്വന്തം ഇഷ്ടത്തോടു കൂടി തന്നെയായിരിക്കും ആ ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകുന്നത്. അതിൽ പിന്നീട് പുരുഷനാണ് കുറ്റക്കാരൻ എന്നുള്ള നിലയിലാണ് പിന്നീടുള്ള ചർച്ചകൾ വരുന്നത് തന്നെ. അപ്പൊ അത് എങ്ങനെ ശരിയാകും? തന്നെ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ നമ്മൾ കണ്ടായിരുന്നു. ആരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് അതൊക്കെ നമുക്കൊന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാകാൻ സാധിക്കുന്നുണ്ടല്ലേ. ഇത് സ്ത്രീക്കും പങ്കില്ലേ? ഇതേപോലെ നിരവധി തെളിവുകൾ നിരത്താനാകും. നിയമം ദുരുപയോഗം ചെയ്യുന്നത് നിത്യസംഭവമാകുന്നു. വേണം എന്തായാലും ഒരു പുരുഷ കമ്മീഷൻ. ഒരുപാട് പേര് പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ഒരു ആവശ്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് വരുന്നത് കേട്ടോ. ഇപ്പൊ രാഹുൽ ഈശ്വർ ഈ ചെയ്യുന്ന കാര്യത്തിനോട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം അദ്ദേഹം ചെയ്യുന്നത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് എനിക്കും തോന്നിയത്. കാരണം ഒരു സ്ത്രീ സംരക്ഷണം പോലെ തന്നെ പുരുഷനും സംരക്ഷണം ആവശ്യമാണ്. തെറ്റ് ചെയ്യാത്ത ഒരു പുരുഷനെ ഒരിക്കലും നമ്മൾ അതിന് ഒരു തെറ്റുകാരനായി നമ്മൾ മുദ്ര കുത്തേണ്ട ആവശ്യമില്ല അല്ലേ. സ്ത്രീയും പുരുഷനും ഒരുപോലെ സമത്വം അർഹിക്കുന്നവരാണ്. ഇവിടെ നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നത് എന്താണ്? സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നുള്ള നിലയിലാണ്. പണ്ടൊക്കെയാണ് സ്ത്രീകൾക്ക് തുല്യത അനുവദിച്ചിരുന്നില്ല. അന്ന് സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് പേര് പോരാടിയിരുന്നു. അങ്ങനെ സ്ത്രീക്കും സംരക്ഷണം കിട്ടി. ഇപ്പോൾ ഇപ്പോൾ ആ ഒരു സ്ത്രീ സംരക്ഷണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പലരും ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ആവശ്യം ഇവിടെ മുന്നോട്ട് വന്നത്.